ബി.ജെ.പി. ചടയമംഗലം പഞ്ചായത്ത് വെട്ടുവഴി വാർഡ് സമ്മേളനം വിജയകരമായി നടന്നു. സമ്മേളനത്തിൽ വെട്ടുവഴി ബൂത്ത് പ്രസിഡന്റും വാർഡ് കൺവീനറുമായ ശ്രീ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. കൊല്ലം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ശ്രീ വയക്കൽ സോമൻ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. ചടയമംഗലം മണ്ഡലം ട്രഷറർ എം. ഹരികുമാർ സ്വാഗതം പറഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ വിജയമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ശ്രീ പുതുശ്ശേരി ജയകുമാറും മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ കുര്യോട്ട് മഞ്ചേഷും സമ്മേളനത്തിൽ ആശംസകൾ നേർന്നു. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സമ്മേളനത്തിൽ വിശദമായ ചർച്ച നടന്നു. മണ്ഡലം കമ്മിറ്റി അംഗം ശ്രീമതി സന്ധ്യ, മുതിർന്ന പ്രവർത്തകരായ പ്രഭാകരൻ പിള്ള, സോമൻ, സനൽകുമാർ, അനിൽ പാലാഴി, രാധാകൃഷ്ണപിള്ള, സുനിൽകുമാർ എന്നിവരും സമ്മേളനത്തിൽ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിലെ മുതിർന്ന പ്രവർത്തകൻ ശ്രീ പ്രഭാകരൻ പിള്ള പതാകയുയർത്തി. തുടർന്ന് നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. 20-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത യോഗത്തിൽ ബൂത്ത് ജനറൽ സെക്രട്ടറി ശ്രീ മോഹനൻ പിള്ള നന്ദി പറഞ്ഞു. വന്ദേ മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം. സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം. വന്ദേ മാതരം. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി പുല്ലകുസുമിത ദ്രുമദളശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്. ഈ യോഗത്തിന്റെ സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി ചടയമംഗലം മണ്ഡലം ട്രഷറർ ശ്രീ ഹരികുമാറിനെ ആദരപൂർവ്വം ബഹുമാനപ്പെട്ട ഈ വാർഡ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വാർഡ് കൺവീനർ ശ്രീ ജയകുമാറേട്ടൻ, ഈ വാർഡ് സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ അവർകൾ, മുഖ്യപ്രഭാഷകൻ ചടയമംഗലം പഞ്ചായത്തിന്റെ ഇലക്ഷൻ ഇൻചാർജും മുൻ സംസ്ഥാന കൗൺസിൽ അംഗവുമായിട്ടുള്ള ശ്രീ വിജയമോഹൻ സാർ, ആശംസകൾ അർപ്പിക്കുന്ന മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജയകുമാർ പുതുശ്ശേരി, മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ കുര്യോട് മഞ്ചേഷ് കുമാർ, മണ്ഡലം സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീമതി സന്ധ്യ, പഞ്ചായത്ത് സമിതി അംഗമായിട്ടുള്ള നമ്മുടെ മീഡിയ കൈകാര്യം ചെയ്യുന്ന ശ്രീകുമാറേട്ടൻ, വെട്ടുവഴിയിലെ മുതിർന്ന കാര്യകർത്താവായിട്ടുള്ള ശ്രീ പ്രഭാകരൻ ജി, പഞ്ചായത്ത് സമിതി വെട്ടുവഴി ബൂത്തിന്റെ സമാരാധ്യരായ പ്രവർത്തകർ ഷാജി ഉൾപ്പെടെ ഉള്ള
പ്രവർത്തകരെ എല്ലാവർക്കും സാദര നമസ്കാരം. നമ്മളെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ചടയമംഗലം പഞ്ചായത്തില് ഇന്ന് നാലാമത്തെ വാർഡ് സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. തിരുവിൻ ഭാഗം തുടങ്ങി മൂലങ്കോട് പോരേടം ഇന്ന് വെട്ടുവഴിയിൽ യോഗം നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയാണ് മുമ്പേ കളത്തിലിറങ്ങി പ്രവർത്തനം തുടങ്ങിയത്. നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ വോട്ടർ പട്ടികയെ അനവധി പേരെ ചേർക്കുകയും വെട്ടുവഴിയിൽ നിന്നൊക്കെ 10-30ഓളം പേരെ ബൂത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ എല്ലാവരുടെ സഹകരണത്തോടു കൂടി നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രവണതയൊക്കെ കഴിഞ്ഞു. ആ ഒരു പ്രക്രിയ കഴിഞ്ഞു. അതിന്റെ വോട്ടർ പട്ടിക ഇനി ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 4 ദിവസം കൂടി നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ബാക്കിയുള്ള വോട്ടർ പട്ടികകളിലൂടെ കളക്ട് ചെയ്ത് ചേർക്കാനുള്ള ഒരു അവസരം ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് അതുകൂടി കളക്ട് ചെയ്ത് വെക്കണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നമ്മൾ എല്ലാ വാർഡുകളിലും, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രക്രിയ വളരെ നല്ല രീതിയിൽ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആ ഒരു നമ്മുടെ പഞ്ചായത്ത് സമിതി അംഗമായിട്ടുള്ള നമ്മുടെ മീഡിയ കൈകാര്യം ചെയ്യുന്ന ശ്രീകുമാരേട്ടനാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത പരിപാടികളെല്ലാം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തിനെ അറിയാൻ കഴിയില്ല. അദ്ദേഹമാണ് ഈ പ്രക്രിയ കഴിഞ്ഞ മുൻകാലങ്ങളെ പോലെ തന്നെ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ വോട്ടർ പട്ടികയിൽ അത് ഹിയറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ പ്രിന്റ് എടുത്ത് നമ്മളെ തന്നിട്ടുള്ള അദ്ദേഹമാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2020 ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വെട്ടുവഴി വാർഡിൽ 2ാം സ്ഥാനമാണ്. നമുക്ക് 358 വോട്ട് മേടിച്ച് ഇവിടെ LDFും 298 വോട്ടാണ് NDA സഖ്യത്തിന് നമുക്കിവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്തേക്ക് വളരെ ദയനീയമായിട്ട് UDFന് 92 വോട്ടാണ് അന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ നമ്മൾ വളരെയേറെ ഈ 5 വർഷം കൊണ്ട് നമ്മൾ ചടയമംഗലം പഞ്ചായത്തിലല്ല, ചടയമംഗലം മണ്ഡലത്തിലല്ല, നമ്മൾ കേരള സംസ്ഥാനത്തിലൊട്ടാകെ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മൾ എല്ലാ മേഖലകളിലും, എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ ജില്ലകളിലും, എല്ലാ വാർഡുകളിലും നമ്മൾ വളരെയേറെ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ നിയമസഭ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് വരുന്ന ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നമ്മളെ വാർഡുകൾ മാത്രമല്ല, ബ്ലോക്ക്, ജില്ലാ ഡിവിഷനുകൾ കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ചടയമംഗലം പഞ്ചായത്ത് 246 വോട്ടിന് ഭരണം നഷ്ടപ്പെട്ട നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിനെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരത്തക്ക ഒരു സംവിധാനത്തിൽ നമുക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉൾപ്പെടെ അവിടെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഈ പഞ്ചായത്തിലുടനീളം കാഴ്ചവെക്കുന്നതിന് വെട്ടുവഴി വാർഡിന്റെ സംഭാവനകൾ അവരുടേതായ രീതിയിൽ, വെട്ടുവഴി പ്രവർത്തകരുടേതായ രീതിയിൽ ചെയ്ത് നമുക്കിവിടെ ഒരു മെമ്പറെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ട എല്ലാ സഹകരണങ്ങളും ഇവിടുത്തെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ വാർഡിന്റെ കൺവീനർ, ബൂത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ശ്രീ ജയകുമാരേട്ടൻ. അദ്ദേഹത്തിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടുത്താൻ കാര്യം, അദ്ദേഹം മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ കൃഷിയും കാര്യങ്ങളുമായിട്ട് ചെറിയ സെക്യൂരിറ്റി സർവീസിൽ അദ്ദേഹം എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള സമയം കൊണ്ട് അദ്ദേഹം ഈ വെട്ടുവഴി ജംഗ്ഷനിലൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം ആൾക്കാരെയൊക്കെ കണ്ട് സഹകരിച്ചും പറഞ്ഞുമൊക്കെ അദ്ദേഹം കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഉഷാറായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത സ്വാഗതം ആശംസിക്കാനുള്ള നമ്മുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് വൈക്കൽ സോമൻജിക്കാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാ പൊതുപരിപാടികളിലും പണ്ട് മുതലേ നമ്മൾ സോമൻജിയുടെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ സംഘത്തിൻ്റെതായ പ്രവർത്തകർ ഉൾപ്പെടെ നമ്മൾ ആ സ്ഥലങ്ങളിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ മുൻപൊക്കെ പോയ ഒരു പ്രവണതയുണ്ട്. അങ്ങനെ വളരെ പ്രസംഗ കലയിലും എല്ലാം വളരെ പ്രാവീണ്യമുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി, ഈസ്റ്റ് ജില്ലയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻജിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ആയിട്ടുള്ള വാർഡിന്റെ ചടയമംഗലം പഞ്ചായത്തിന്റെ ഇലക്ഷൻ ഇൻചാർജും മുൻ സംസ്ഥാന കൗൺസിൽ അംഗവുമായിട്ടുള്ള ശ്രീ വിജയമോഹൻ സാറാണ്. അദ്ദേഹം ഈ പഞ്ചായത്തിൽ ഏത് സമയവും നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഉൾപ്പെടെ മെമ്പർഷിപ്പ് ചേർക്കുന്നത് ഉൾപ്പെടെ ഉള്ള എല്ലാ ഇൻചാർജും ചടയമംഗലം പഞ്ചായത്തിന്റെ എല്ലാ ചാർജുകളും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന മുൻ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ വിജയമോഹൻ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ കുരിയോട് മഞ്ചേഷ്, അദ്ദേഹത്തിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല.
അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നി നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് നമ്മുടെ പുതുശ്ശേരി ജയകുമാർ, അവിടെ നമ്മുടെ വെളുന്നല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർഡ് സമ്മേളനങ്ങളിൽ പങ്കെടുത്തതുകൊണ്ട് ഇന്ന് നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിലെ ആദ്യത്തെ പരിപാടിക്കാണ്, വാർഡ് സമ്മേളനത്തിന്റെ ആദ്യത്തെ പരിപാടിക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെ, പുതുശ്ശേരി ജയകുമാറിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മണ്ഡലം സമിതി അംഗങ്ങൾ, പഞ്ചായത്ത് സമിതി അംഗങ്ങൾ, വാർഡ് ബൂത്ത് ഭാരവാഹികൾ, നാട്ടുകാർ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കാര്യകർത്താക്കൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെയും പ്രവർത്തകർ, എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടുതൽ പറയാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് നമുക്കൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ള നടപടിക്രമത്തിലേക്ക് പോവാം. എത്ര വർഷമായിട്ട് നമ്മൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നു, എന്തൊക്കെ ചുമതലകളാണ് നമ്മൾ വഹിച്ചിട്ടുള്ളത്, അങ്ങനെ ഓരോരുത്തരും ഒന്ന് പറഞ്ഞ് അതിനുശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ചേട്ടൻ മുതലൊന്ന് തുടങ്ങി. എൻ്റെ പേര് പ്രഭാകരൻ. 29 മുതൽ സംഘപ്രവർത്തനത്തിലുണ്ട്. സംഘത്തിന്റെ ചുമതല ഉണ്ടായിരുന്നു. മണ്ഡലം കമ്മിറ്റി അംഗമായിട്ട് നിന്നിട്ടുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റി അംഗമായിട്ട് നിന്നിട്ടുണ്ട്, സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ഇവിടെ ഈ വാർഡ് അല്ല, കള്ളിക്കാട്ട് അന്ന് 2ാം സ്ഥാനത്ത് വന്നായിരുന്നു. ചേട്ടൻ എന്നാ പാർട്ടിയിലോട്ട് വന്നേ? സംഘത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്നു. പേര് എന്ത് ചെയ്യ? പേര് സജീവ്. ചുമതല എടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യ? അത്രേ ഉള്ളൂ, ചുമതലയൊന്നുമില്ല. ഇഷ്ടംപോലെ ചുമതല പ്രഖ്യാപിക്കാനിരിക്കുക. ശരി, അടുത്ത് ചേട്ടൻ. സെക്രട്ടറി ഇത് പറഞ്ഞു. അഞ്ചൽ ആർച്ചൽ. അവിടെ ഇപ്പം BJP മെമ്പർ അജിത്തേട്ടൻ. അജിത്തേട്ടന്റെ ഭാര്യ ഇപ്പൊ ശരി ശരി. ആർച്ചൽ എവിടാ? കൊച്ചൂരി ഗുണോ? പേര് പറ. എന്ത് ചെയ്യാ? എവിടാ? ഏത് AVP-ലൊക്കെ ഉണ്ട്? ഇല്ല. ഓ ശരി. അടുത്ത് പേര് സുനിൽകുമാർ, സംഘപ്രവർത്തകനാണ്. ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ BMS-ന്റെ ചുമതലയുണ്ട്. പഞ്ചായത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി, ഇവിടുത്തെ യൂണിറ്റിൻ്റെ ചുമതല. മൊത്തം ഇവിടെ BMS-ന്റെ എല്ലാ യൂണിറ്റും. പേര് ഉണ്ണികൃഷ്ണൻ, സംഘ പ്രവർത്തകനായിരുന്നു. ചുമതലകളൊന്നുമില്ല. എൻ്റെ പേര് ഉദയകുമാർ, ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്യുന്നു. നേരത്തെ സംഘപ്രവർത്തകനായിരുന്നു, ബ്രിട്ടീഷുകാരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് പ്രവർത്തനം. BJP-യുടെ ചുമതലയുണ്ട്. BJP-യുടെ ചുമതല കലയമ്പാടിൻ്റെ ഇതെന്ന് പറയാൻ ഒരു 35 വർഷത്തിൽ കൂടുതൽ സംഘകുടുംബമായിട്ടൊരു ഇതുണ്ട്. 5ാം ക്ലാസ് മുതൽ AVP-യിലൂടെ പ്രവർത്തിച്ച് പിന്നീട് നമ്മൾ ഇതുവരെയൊക്കെ വന്നു. മണ്ഡലത്തിന്റെ മണ്ഡലം സമിതിയാണ്.
പ്രൊസീജർപ്പില്ല, ചുമതലയൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഷാജി ഞാട്ടോടിക്കുവാണ്. ചുമതലയൊന്നുമില്ല. കുട്ടിക്കാലം മുതലേ ഇല്ല 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 ശാഖയിൽ പോയിട്ടുണ്ട്. പിന്നെ കുട്ടിക്കാലം മുതൽ BJP ആണ്. എൻ്റെ പേര് രവീന്ദ്രമില്ല. എനിക്ക് മറ്റേ പറഞ്ഞ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. എത്ര വർഷമായിട്ട് നമ്മൾ പാർട്ടിയിലുണ്ട്? അങ്ങനെയൊന്നുമില്ല. ആ 2005 സ്ഥാനാർത്ഥിയായിട്ട് കൂടെ നിന്ന ആളാ ഇവിടെ. എൻ്റെ പേര് ഗംഗാധരൻ. 8ാമത്തെ വയസ്സ് സംഘപരിവാറിൽ ശാഖയിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് BJPയിലേക്ക് മാറി. രാമചന്ദ്രൻ. പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ല. എൻ്റെ പരിപാടിക്കൊക്കെ പോകും. തുളസിധരൻ മേശമ്പടിയാണ്. പണി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. മറ്റ് അധികാരികൾ മറ്റൊന്നുമില്ല. എത്ര വർഷമായിട്ട്? 60-ായ കാലം തൊട്ട് സംഘപ്രവർത്തകരാണ്. അടുത്ത പരിചയപ്പെടാനുള്ളത് 60-ായ കാലം മുതൽ സംഘപ്രവർത്തകരാണ്. ഇപ്പോൾ വാർഡ് സമിതിയിലുണ്ട്, വികസന സമിതിയിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന സംഘപ്രവർത്തകനായിരുന്നു. ഇപ്പോൾ പ്രവർത്തനമൊന്നുമില്ല. BJPയുടെ ഒരു ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ITC പോയിട്ടുണ്ട്. ഇപ്പം കുറേ വർഷങ്ങളായിട്ട് പുറത്തേക്കുന്നു. പിന്നെ സംഘ അനുഭാവി ഞാൻ ടൈൽസിൻ്റെ വർക്കായിരുന്നു. ഒരു ഷോപ്പ് വന്ന് പിന്നെ വർക്കൊക്കെ നിർത്തി വീട്ടിൽ. ഇവിടെ ഉള്ളവരെല്ലാവരെയും അറിയാം. ഇപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ഈ വാർഡ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ പാർട്ടിയുടെ ഈ വാർഡിൻ്റെ കൺവീനർ, വെട്ടുവഴി വാർഡിൻ്റെ കൺവീനർ ജയകുമാർജി, ഇവിടെ സ്വാഗതം ആശംസിച്ച ഹരിച്ചേട്ടൻ മണ്ഡലം ട്രഷറർ, അതുപോലെ ഈ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ജയകുമാർജി, ജനറൽ സെക്രട്ടറി കുഴിയോട് S. മഞ്ചേഷ് ജി, നമ്മളുടെ ഈ ചടയമംഗലം വാർഡിൽ നമ്മൾ ഈ പുറകിൽ എഴുതിയിരിക്കുന്നത് പോലെ മാറാത്തത് ഇനി മാറും, അങ്ങനെ മാറ്റുവാൻ വേണ്ടി പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് വിട്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള പിന്നെ വിജയമോഹൻ സാറിനെയാണ്. അതുപോലെ നമ്മുടെ ഇവിടെ ഈ സ്വാഗതം ആശംസിച്ച ഹരികുമാർജി കൃതജ്ഞത രേഖപ്പെടുത്തുന്നവരാണ് മോഹനൻ ചേട്ടൻ, ബൂത്ത് ജനറൽ സെക്രട്ടറി മോഹനൻ ചേട്ടൻ. അപ്പം ഞാനൊന്ന് പരിചയപ്പെട്ടത് കാരണം നമ്മൾ BJPയെ കുറിച്ച് അറിയാവുന്നവരാണ് എൻ്റെ മുന്നിൽ പരിചയപ്പെട്ടപ്പോൾ കൂടുതലായിട്ടും ഇരിക്കുന്നത്. അതിൽ കൂടുതലും സംഘപ്രവർത്തകരാണ്. നമുക്കറിയാം, സംഘം 1925 ഒരു വിജയദശമി ദിനത്തിലാണ് രൂപീകരിച്ചത്. നാഗ്പൂരിലെ മോഹിതവാഡ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ ഡോക്ടർ ജിയും 3-4 പിന്നെ വിദ്യാർത്ഥികളുമായിട്ടാണ് ഒരുമിച്ചിരുന്നത്. അന്ന് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മളൊക്കെ ഭൗതികകളിലൂടെ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം എന്ത് പരിവർത്തനത്തിന് വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത്, എന്താണ് ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചതിന് ഡോക്ടർ ജി പറഞ്ഞ മറുപടി ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം സ്വപ്നം കണ്ടതുപോലെ തന്നെയാണ് ഇന്ന് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടുമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അദ്ദേഹം കണ്ട ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി രണ്ടാമത്തെ സർസംഘചാലകായിട്ടുള്ള മാധവ സദാശിവ ഗോൾവക്കർ പറഞ്ഞു, നമ്മൾ RSSന്റെ
ശാഖയിൽ പോയി പരിവർത്തനം വരുത്താമെന്നുള്ള സ്വപ്നവും കണ്ട് പോയാൽ പോരാ, കിടന്നുറങ്ങിയാൽ പോരാ. നമ്മൾ ഉദ്ദേശിക്കുന്ന പരിവർത്തനം ഈ നാട്ടിൽ ഉണ്ടാകണമെങ്കിൽ, ഈ ഭാരതത്തിൽ ഉണ്ടാകണമെങ്കിൽ രാജനൈതിക രംഗത്ത്, അതായത് പൊളിറ്റിക്സ്, രാഷ്ട്രീയ രംഗത്ത് പിടിമുറുക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനസംഘത്തിന് രൂപം കൊടുക്കുന്നത്. ജനസംഘത്തിന് രൂപം കൊടുക്കുമ്പോൾ ശ്യാമപ്രസാദ് മുഖർജി ദീനദയാൽ ഉപാധ്യായോടൊപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ പ്രചാരകന്മാരായിട്ടുള്ള ആൾക്കാരെ വിട്ടുകൊടുത്തിരുന്നു. നമ്മുടെ അദ്വാൻജിയെ പോലെ, അടൽജിയെ പോലെ ഉള്ള ആൾക്കാരെ എന്തിനു വിട്ടുകൊടുത്തു? ഈ രാജനൈതിക രംഗത്ത് പിടിമുറുക്കുന്നതിന് വേണ്ടി, കോൺഗ്രസിന്റെ അപ്രമേയത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വേണം. അങ്ങനെ ജനസംഘം രൂപീകരിക്കും. ആ ജനസംഘത്തിന്റെ പ്രവർത്തന ഫലമായി ആദ്യമായിട്ട് കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയെ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നതിന് നമ്മുടെ ജനസംഘത്തിന് കഴിഞ്ഞു. ജനസംഘം പിന്നീട് ജനതാ പാർട്ടിയാകുന്നു. അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന, അതായത് ഇപ്പോ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ ഒരു ഭരണഘടനയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ്, ഇത് സംരക്ഷിക്കണം. ആ ഭരണഘടനയെ അന്ധകാരത്തിലേക്ക് തെള്ളിവിട്ടത് അദ്ദേഹത്തിന്റെ അമ്മൂമ്മയാണ്, ഇന്ദിരാഗാന്ധിയാണ്. ചടയമംഗലത്തുകാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടുന്ന് എത്രയോ പ്രവർത്തകർ, ശിവദാസൻ ചേട്ടനെ പോലെയുള്ള പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ അനുജനെ പോലെയുള്ള ആൾക്കാർ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമായി മാസങ്ങളോളം ജയിലറകളിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇവിടെ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ്. അതിനുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് മൊറാർജി ദേശായിയെ നമ്മൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരികയും ആദ്യമായിട്ട് നമ്മളുടെ പാർട്ടിയുടെ ചുമതലയുണ്ടായിരുന്ന, ജനസംഘത്തിന്റെ ചുമതലയുണ്ടായിരുന്ന, ജനതാ പാർട്ടിയുടെ ചുമതലയുണ്ടായിരുന്ന അദ്വാൻജിയും അടൽജിയും കേന്ദ്രമന്ത്രിമാരായി മാറി. ആ കേന്ദ്രമന്ത്രിമാരായപ്പോ ഒരു 2 വർഷം കഴിഞ്ഞപ്പോ ഇവര് പറയുകയാണ്, RSSുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ഉപേക്ഷിക്കണം. ആരോടാ പറഞ്ഞത്? അദ്വാൻജിയും അടൽജിയും. അവര് പറഞ്ഞു, നിങ്ങളുടെ മന്ത്രി പദവി ഇതായിരിക്കുന്ന, ഞങ്ങൾക്ക് അധികാരമല്ല വലുത്, ആദർശമാണ്. അങ്ങനെ ആ അധികാരം വിട്ട് ഇറങ്ങിയ അദ്വാൻജിയും അടൽജിയും ചെയ്തതെന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പതാകയാണ് ഇന്ന് നമ്മളുടെ ചേട്ടൻ അവിടെ ഉയർത്തിയത്. ഹരിത കുങ്കുമ പതാകയിൽ താമര മുദ്രയാൽ അങ്കിതമായിട്ടുള്ള ആ പാർട്ടി പതാക ആദ്യമായി ഉയർത്തിയത് സ്വർഗീയ അടൽജിയാണ്. ആദ്യത്തെ പ്രസിഡന്റ് ഭാരതീയ ജനതാ പാർട്ടി മുംബൈയിലെ ശിവാജി പാർക്കിലാണ് ആ പതാക ഉയർത്തിയത്. ആ ഉയർത്തിയ പതാക നമ്മൾ സ്വപ്നം കണ്ട ആ യാഥാർത്ഥ്യത്തിലേക്ക് നടന്നെടുത്തതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ 80-ൽ ഉയർത്തിയ പതാക 84-ൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 2 സീറ്റിൽ ഒതുങ്ങിയപ്പോ EMSനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യന്മാർ പറഞ്ഞത്, ഈ പാർട്ടിക്ക് ഭാവിയില്ല. ഏത് പാർട്ടിക്ക്? ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ത്യയിൽ ഭാവിയില്ല എന്നാണ് പറഞ്ഞത്. ചരിത്രം അതിന് മറുപടി നൽകി. നമുക്കറിയാം, സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള രഥയാത്ര അദ്വാൻജി നടത്തിയിട്ടുള്ള 89-ലൊക്കെ നടത്തിയിട്ടുള്ള ആ രഥയാത്രയെ ലലു പ്രസാദ് യാദവ് സമഷ്ടിപ്പൂരിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പിടിച്ചുകെട്ടി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമുണ്ടാക്കിയിട്ടുള്ള ഒരു രഥയാത്രയും ഒരു അറസ്റ്റുമായിരുന്നു അത്. ലാലു പ്രസാദ് യാദവ് അദ്വാൻജിയുടെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള രഥയാത്രയെ പിടിച്ചുകെട്ടി. ആ പിടിച്ചുകെട്ടലിൽ കൂടി ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിലെ 86 സീറ്റുമായിട്ട് ആ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നപ്പോ നമ്മളെ തോളിക്കൈയിടാൻ ആൾക്കാരുണ്ടായി. വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന VP സിംഗിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആർക്ക് കഴിഞ്ഞു? ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. ആ 86 സീറ്റുകൾക്ക് കഴിഞ്ഞു. ജനാധിപത്യത്തിൽ സീറ്റുകൾക്കാണ് വില. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയുള്ള യാത്ര 96-ൽ ട്രൗസർ ഇട്ട സ്വയം സേവകനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. മറ്റാരുമല്ല, അടൽ ബിഹാരി വാജ്പേയി 96-ൽ 13 ദിവസം പ്രധാനമന്ത്രിയായി. ആ 13 ദിവസം പ്രധാനമന്ത്രിയായപ്പോ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കേവല ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് 13 ദിവസം എന്തിനാണ് പ്രധാനമന്ത്രിയായത്? അദ്ദേഹം പറഞ്ഞു,
അംഗീകാരമില്ലാത്ത നാളുകളിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ആട്ടും തുപ്പുമേറ്റ് കിടന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ് ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയായി 96-ൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ രാഷ്ട്രപതി ക്ഷണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരു RSSകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നു 96. ആദ്യം 13 ദിവസം, പിന്നീട് 13 മാസം നമ്മൾ ഭരിച്ചു. പിന്നീട് കാലാവധി പൂർത്തിയാക്കിക്കൊണ്ട് 2004 വരെ നമ്മൾ ഇവിടെ ഭരണം നടത്തി. അങ്ങനെ ഭരണം നടത്തിയിട്ടുള്ള നമ്മൾ 2004-ൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ 2004 മുതൽ 2009-ലെ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ പരാജയപ്പെട്ടു. അന്നൊന്നും നമ്മൾ വോട്ടിംഗ് മിഷനെ കുറ്റം പറഞ്ഞില്ല, കള്ളവോട്ട് ചേർത്തെന്ന് പറഞ്ഞില്ല, വോട്ടർ പട്ടിക എന്ന് പറയുന്ന വേദപുസ്തകത്തെ നമ്മൾ തള്ളിപ്പറഞ്ഞില്ല. നമ്മൾ കേരളത്തിൽ വിജയിക്കാതിരുന്നപ്പോഴും കള്ളവോട്ട് ആരോപണമൊന്നും നമ്മൾ ഉന്നയിച്ചില്ല. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അതിന്റെ ഫലമായി 2014-ൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചായക്കച്ചവടക്കാരന്റെ മകനായിട്ടുള്ള ഗുജറാത്തിലെ വഡ്നഗർ റെയിൽവേ സ്റ്റേഷനിൽ അച്ഛൻ ചായക്കറ്റിലുമായിട്ട് പോകുമ്പോ മകനായിട്ടുള്ള കുഞ്ഞു നരേന്ദ്രൻ അച്ഛന്റെ പുറകെ ചായക്കറ്റിലുമായിട്ട് പോകും. ഓരോ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകളും കയറി അച്ഛൻ ചായ വെക്കുമ്പോ അച്ഛന്റെ കെറ്റിലെ ചായ തീരുമ്പോ മകനായിട്ടുള്ള കുഞ്ഞു നരേന്ദ്രൻ വീട് പുലർത്തുവാൻ വേണ്ടി ഈ ചായ ആ കെറ്റിലേക്ക് പകർന്നു കൊടുക്കും. അപ്പൊ വീടിന്റെ ദാരിദ്ര്യം അറിയാവുന്ന ആ കുഞ്ഞു നരേന്ദ്രൻ RSSന്റെ പ്രചാരകനായിട്ടുള്ള നരേന്ദ്ര ദാമോദർദാസ് മോഡി, അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ നമുക്കെല്ലാം ഓർമ്മയുണ്ട്, ഈ MC റോഡ് വഴിയാണ് ഏകതാ യാത്ര പോയത്. കാശ്മീരിൽ ഇന്ത്യയുടെ പതാക ഉയർത്താൻ പറ്റില്ല എന്ന് പറയുമ്പോ ഉയർത്തുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി മുരളി മനോഹർ ജോഷിയോടൊപ്പം കേരളത്തിൽ നിന്നും റേച്ചൽ മത്തായി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു ആ യാത്രയിൽ. ആ ഏകതാ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ഉധംപൂരില് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ അതേ നരേന്ദ്രമോദിജി, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള അതേ നരേന്ദ്രമോദിജി ഇതാ 2014-ൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുകയാണ്. ആ 2014-ൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, നരേന്ദ്രമോദിജിക്ക് നേരെ ഉയർത്തിയിട്ടുള്ള ആക്ഷേപം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ആളാണ്. മുസ്ലിം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് ചുഴറ്റുന്ന ആളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യരുത്, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കരുത് എന്നായിരുന്നു കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UPAയുടെയും ഒക്കെ പ്രചാരണം. പക്ഷേ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് 2014 മുതൽ പുറകോട്ടെടുത്താൽ 30 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആർക്കും ഒരു കേവല ഭൂരിപക്ഷം നൽകിയിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദിജിക്ക് OBC വിഭാഗത്തിൽപ്പെട്ട ചായക്കച്ചവടക്കാരന്റെ മകനായിരുന്നിട്ടുള്ള ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള ആ നരേന്ദ്രമോദിജിക്ക് 282 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ഇന്ത്യൻ ജനത കൈപിടിച്ചുയർത്തിയപ്പോ ഇവര് പറഞ്ഞത് വോട്ടിംഗ് മെഷീൻ കേടാക്കിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നത്. ഇതേ സോണിയാഗാന്ധിയും ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മയായിട്ടുള്ള സോണിയ ഗാന്ധിയാണ് പറഞ്ഞത് 2014-ൽ ഇദ്ദേഹം മരണത്തിന്റെ വ്യാപാരിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. പക്ഷേ ഇന്ത്യൻ ജനത പറഞ്ഞു അദ്ദേഹം മരണത്തിന്റെ വ്യാപാരിയല്ല. 38.5% വോട്ടും 282 സീറ്റ് BJPക്ക് ഒറ്റയ്ക്ക് നൽകിക്കൊണ്ട് BJPയെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യൻ ജനത. ജനാധിപത്യത്തിൽ വോട്ടിനാണ് പ്രാധാന്യം. ഇന്ത്യയുടെ ആ വോട്ടിന് പ്രാധാന്യമുള്ള ജനത വോട്ട് നൽകി BJP അധികാരത്തിൽ വന്നു. അന്ന് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മൈക്ക് കെട്ടിവെച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളോട് പറഞ്ഞു, തീരാൻ പോവുകയാണ് തൊഴിലുറപ്പ്, തീരാൻ പോവുകയാണ്, ഇന്ന് തീരും ഗോമതി, നമ്മുടെ തൊഴിലുറപ്പ് നരേന്ദ്രമോദി നിർത്താൻ പോവുകയാണ്. അതേ ഗോമതിയാണ് ഇപ്പോ പോയി അന്നത്തെ ശമ്പളം 125 140 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 342 പുറത്ത് ശമ്പളം മേടിക്കുന്നു കൈനീട്ടി. ആര്? കമ്മ്യൂണിസ്റ്റുകാർ. 2014-ൽ അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദിജിയുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി ജനധൻ യോജന അക്കൗണ്ട്. ഒരു ഫോട്ടോയും ആധാർ കാർഡുമായി ബാങ്കിലേക്ക് പോയാൽ അവിടെ നിന്ന് ജനധൻ യോജന അക്കൗണ്ട് ലഭിക്കുന്നു. അപ്പോ അന്ന് പറഞ്ഞു ഫോട്ടോ കൊടുക്കരുത്, ആധാർ കൊടുക്കരുത്. കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു ഇത് വെട്ടിപ്പാണ്, തട്ടിപ്പാണ്. പക്ഷേ ആ ജനധൻ യോജന അക്കൗണ്ട് എടുത്തവർക്ക് മഹാമാരിയായിട്ടുള്ള കോവിഡ് വന്നപ്പോ 500 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു നരേന്ദ്രമോദിജി. 80 കോടി ജനങ്ങൾക്ക് കോവിഡ് വന്നപ്പോ സൗജന്യ റേഷൻ ഗരീബ് കല്യാൺ അന്ന യോജന വഴി കൊടുത്തു. ഇനി കോവിഡ് വരാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരൻ പിരിച്ചതെന്തിനാ? കോവിഡിന്റെ വാക്സിൻ കൂബയെന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് അവന്മാർ പൈസ പിരിച്ച്. ആട്ടിനെയൊക്കെ വിറ്റ് ചില അമ്മച്ചിമാര് പൈസ കൊടുത്തു. ഇന്നുവരെ ആ വാക്സിൻ ഇവിടെ വന്നിട്ടില്ല.
ഇവിടെ പിരിച്ചോന്റെ കയ്യിലും അവന്റെ ഞരമ്പിലും അവന് എവിടൊക്കെ ഇഞ്ചക്ഷൻ എടുത്തു കൊടുക്കുമോ അതെല്ലാം നരേന്ദ്രമോദിജി സൗജന്യമായിട്ട് അവന് കോവിഡ് വരാതിരിക്കാൻ വേണ്ടി 2 വാക്സിനും കൊടുത്തു, 2 ഡോസും കൊടുത്തു. ഇനി മേലാ വരാതിരിക്കാനുള്ള ബൂസ്റ്റർ ഡോസും അവന് കൊടുത്ത നരേന്ദ്രമോദിജിയാണ് അവൻ ചീത്ത വിളിക്കുന്നത്. ഇന്ത്യയിൽ അനേകം പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. നെഹ്റു ഉണ്ടായിട്ടുണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രി ഉണ്ടായിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി ഉണ്ടായിട്ടുണ്ട്, മൊറാർജി ദേശായി ഉണ്ടായിട്ടുണ്ട്, ഗുജറാത്ത് അതായത് ഊശാൻ താടിയുള്ള ഗുജറാത്ത് ഉണ്ടായിട്ടുണ്ട്. ഉറങ്ങുന്ന ദേവഗൌഡ പ്രധാനമന്ത്രിയായിരുന്നു. മിണ്ടാപ്പൂച്ചയായിട്ടുള്ള മൻമോഹൻ സിംഗ് ഇവിടെ പ്രധാനമന്ത്രിയായിരുന്നു. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി കർഷകന്റെ അക്കൗണ്ടിലേക്ക് ഒരു വർഷം 2000 രൂപ വെച്ച് 6000 രൂപ അവന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു കൊടുത്ത ഏക പ്രധാനമന്ത്രി അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്ര ദാമോദർദാസ് മോഡി മാത്രമാണ്. കർഷകർ പറയുന്നു. അതായത് കർഷകന്റെ ജാതി നോക്കി ഹിന്ദു വർഗീയവാദിയാണ് നരേന്ദ്രമോദി എന്നാ പറയുന്നത്. അല്ലയോ സഖാക്കളെ, അല്ലയോ കോൺഗ്രസ്സുകാരാ, ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത് കർഷകരായിട്ടുള്ള എല്ലാവർക്കും അവന്റെ മതം നോക്കാതെ, അവന്റെ ജാതി നോക്കാതെ, അവന്റെ അക്കൗണ്ടിലേക്ക് 5 പൈസ സഖാക്കൾ അടിച്ചു കൊണ്ടുപോകാതെ, അതായത് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ കിടപ്പിലായ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് 200 രൂപ പാർട്ടി സമ്മേളനത്തിന് മേടിക്കുന്ന സഖാക്കളാണ്. ഇത് ഒറ്റ സ്വിച്ചടി. അഹമ്മദാബാദിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന്, മദ്രാസിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന്, കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ അവിടെ നിന്ന് ഒറ്റ സ്വിച്ച് നരേന്ദ്രമോദിജി അടിക്കുമ്പോ ഭാരതത്തിലെമ്പാടുമുള്ള കർഷകന്റെ അക്കൗണ്ടിലേക്ക് ഒറ്റ സ്വിച്ചിൽ അവന് 2000 രൂപ കിട്ടുകയാണ്. അത് എത്ര തവണകളായി അനസ്യൂതം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയോ, ഇവിടെ KSRTC ബസ് ഓടിക്കുന്നവന് ശമ്പളം കൊടുക്കാനില്ല. KSRTC ബസ്സിൽ കയറി നമ്മളാരും കടം പറയാറില്ല. ഈ പൈസയൊക്കെ എവിടെ പോകും? നമ്മൾ നാളെ തരാൻ ചേട്ടാ, എന്നെ വെട്ടുവഴിയിൽ ഇറക്ക്, എന്നെ പോരിടത്തിൽ ഇറക്ക് എന്ന് നമ്മൾ പറയാറില്ല. നമ്മൾ ബസ്സിൽ കയറിയ അന്തസ്സായിട്ട് പൈസ കൊടുക്കുന്നു, നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, ഇറങ്ങുന്നു. ഇവിടെയോ അങ്ങനെ പിരിക്കുന്ന പൈസ പുട്ടടിക്കുന്ന ഭരണാധികാരികളാണ് ഇവിടെയുള്ളത്. വളയം പിടിക്കുന്ന ഡ്രൈവർക്ക് അവന്റെ പട്ടിണി മാറ്റുവാൻ, അവന്റെ ബാങ്കിലെ ലോൺ മാറ്റുവാൻ, അവന്റെ KSFലെ കടം തീർക്കുവാൻ കൃത്യമായി ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. ഈ കേരളം ഭരിക്കുമ്പോ തടിച്ചു കൊടുക്കുന്നത് ആരാണ്? മണൽ ഊറ്റുന്നതിന് പോലും ഉപദേശം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ തായ്ക്കണ്ടി. അതായത് അവർക്ക് ഈ മണൽ ഊറ്റുന്നതിനുള്ള യാതൊരു വിധമായിട്ടുള്ള എക്സ്പെർട്ട് ഒപ്പീനിയനും കൊടുക്കാനില്ല, അവരുടെ കമ്പനിക്കൊന്നും കൊടുക്കാനില്ല. പക്ഷെ അവരുടെ അക്കൗണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ള ഒറ്റ സ്റ്റാറ്റസിൽ കോടിക്കണക്കിന് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുമ്പോ അതിനെ പ്രതിരോധിക്കേണ്ടി വരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാവപ്പെട്ടവന്റെ പാർട്ടിയാണ്. കട്ടൻ ചായയും പരിപ്പൂടയും കഴിക്കുന്ന പാർട്ടി. നമ്മൾ കൊയ്യും വയലല്ല നമ്മുടേതകം പൈങ്കിളിയെ എന്ന് പറഞ്ഞു പഠിപ്പിച്ച ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് വയലേലകളിൽ ബംഗാളി ഇറക്കുകയാണ് കൊയ്ത്തുപാട്ടിനു വേണ്ടി. എന്തുകൊണ്ടാണ്? അതായത് കൃഷി നശിച്ചിരിക്കുന്നു. 1 കിലോ അരിയുടെ വിലയൊക്കെ 45-60 പോവുകയാണ്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടുമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത്. ഇന്നൊരു കേരത്തിന്റെ വില എത്രയാണ്? ഒരു കേരത്തിന് 1 കിലോ തേങ്ങയുടെ വില 76-80-90 പോകുന്നു. ഇവര് അതിഭയങ്കരമായിട്ടുള്ള, അതായത് എവിടെയോ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് പെട്രോളും ഡീസലും ആക്കി കൊടുക്കുമ്പോ നരേന്ദ്രമോദിജിക്ക് നേരെ 100 രൂപയായപ്പോ ഇവിടെ പന്തം കൊളുത്തി പ്രകടനം നടത്തിയ സഖാക്കളോട് നമുക്ക് ചോദിക്കാനുള്ളത്, 1 കിലോ വെളിച്ചെണ്ണയുടെ വില ഇപ്പൊ 500-ന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. വിപണിയിൽ ഇടപെടുന്നില്ല, സക്രിയമായിട്ട് ഇടപെടുന്നില്ല, ചർച്ച നടത്തും മുതലാളിമാരുമായിട്ടെന്നാണ് പറയുന്നത്. അപ്പോ അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം. പിറന്നു വീഴുന്ന കുട്ടി പോലും 1 ലക്ഷം രൂപയുടെ കടത്തിലേക്ക് പിറന്നു വീഴുന്ന ഏക സംസ്ഥാനമായി കൊച്ചു കേരളം മാറുന്നു. അവരടിച്ചിറക്കുകയാണ്. കേരളം നമ്പർ 1 ആണെന്നാണ് പറയുന്നത്. ആരോഗ്യ രംഗത്ത് നമ്പർ 1 ആണ്. മൂത്രത്തിൽ കല്ല് വരുന്നവന്റെ ആ മൂത്രത്തിലെ കല്ല് പൊടിക്കാനുള്ള യന്ത്രം അവൻ വാങ്ങിക്കൊടുക്കേണ്ട ഗതികേടിലേക്കാണെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നു. ഈ നമ്പർ 1 കേരളത്തിൽ. അങ്ങനെ പറഞ്ഞ ആ ഡോക്ടറെ എങ്ങനെ പണിയാമെന്നതിനെ കുറിച്ച് ഡോക്ടറേറ്റും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂക്കിപ്പനി വരുമ്പോ അമേരിക്കയിലേക്ക് മുഖ്യമന്ത്രിയെ കയറ്റിവിടുന്ന പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നു. അവിടെയാണ് BJPയുടെ നേതാവായിട്ടുള്ള സുഷമ സ്വരാജ് പറഞ്ഞു, അസുഖം വന്നപ്പം പറഞ്ഞു വിദേശത്ത് പോയി ചികിത്സിക്കാമെന്ന് സഹപ്രവർത്തകർ പറഞ്ഞപ്പോ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ അവരുടെ ആ തലയ്ക്ക് ഞാൻ വിലയിടാൻ തയ്യാറല്ല. മിടുക്കരായിട്ടുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. ഇവിടുന്ന് പോയ ഡോക്ടർമാരെ അമേരിക്കയിലുള്ളൂ. മിടുക്കരായിട്ടുള്ള ഡോക്ടർമാരെല്ലാം അങ്ങനെയാണ്. അപ്പോ നമ്പർ 1 എന്ന് പറയുന്നത് വെറുതെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മൾ അതിശക്തമായിട്ടുള്ള ഒരു മാറ്റം ഈ കേരളത്തിൽ കൊണ്ടുവരണം. 2014 തുടങ്ങിയിട്ടുള്ള ആ പ്രവർത്തനം ഇവർ 2019 പറഞ്ഞ് പിടിച്ചു കെട്ടിയിരിക്കുന്ന നരേന്ദ്രമോദിയെ. BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചത് 2019 303 സീറ്റ്. അന്ന് ഇവര് പറഞ്ഞത് ഞങ്ങൾ മുന്നണിയായി നിന്ന് മഹാസഖ്യമായി നിന്ന് നരേന്ദ്രമോദിജിയെ പിടിച്ചു കെട്ടുമെന്നാണ്. പക്ഷേ നരേന്ദ്രമോദിജി ഈ രാജ്യത്ത് നടപ്പിലാക്കിയുള്ള പദ്ധതികളുടെ ഫലമായി 2019 വീണ്ടും അധികാരത്തിൽ. 2024 നമ്മൾ 400 സീറ്റാണ് പ്രതീക്ഷിച്ചത്. നമുക്ക് പ്രതീക്ഷിച്ചു നമ്മുടെ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുകയാണ്, അവർക്ക് ഡിസ്റ്റിങ്ഷൻ വേണം, അവർക്ക് 80% 90% മാർക്ക് വേണം, ഇല്ലെങ്കിൽ എല്ലാത്തിനും A+ വേണമെന്ന് നമുക്ക് ആഗ്രഹിച്ചുകൂടെ? അതുപോലെ ഓരോ BJP പ്രവർത്തകനും ആഗ്രഹിച്ചു നമുക്ക് 400 സീറ്റ് വേണം. നമ്മൾ ആഗ്രഹിച്ചതിനെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ് 100 സീറ്റ് മാത്രം നേടിയിട്ടുള്ള കോൺഗ്രസ്സുകാരൻ. നമുക്ക് 240 സീറ്റ് നമ്മുടെ സഖ്യകക്ഷികൾ ചന്ദ്രബാബു നായിഡു പിടിച്ചൊലത്തിക്കളയും, നിതീഷ് കുമാർ എടുത്ത് മറിച്ചു കളയും എന്നൊക്കെയാണ് പറഞ്ഞത്. ആട്ടിൻകുട്ടിയുടെ കൂട്ട്, അനുസരണയുള്ള ആട്ടിൻകുട്ടിയുടെ കൂട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ പ്ലാവലയും വാങ്ങി അവർ നമ്മളോടൊപ്പം കടിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം തരമായിട്ടുള്ള ഭരണം നരേന്ദ്രമോദിജിയുടെ ആ ഭരണമാണ് ഇന്ന് ഭാരതത്തിൽ നടക്കുന്നത്. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഗംഭീരമായിട്ടുള്ള ഭരണമാണ് കാഴ്ചവെക്കുന്നത്. ഇന്ത്യക്ക് നേരെ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ കാശ്മീരിലെ പഹൽഗാമിൽ വന്നിട്ട് അവരോട് പറഞ്ഞു കലിമ ചൊല്ലണം. നമുക്കറിയാം കലിമ ചൊല്ലുന്നവരെല്ലാം മുസ്ലിങ്ങളാണ്. കലിമ ചൊല്ലാൻ അറിയാത്തവരെ, കുറിയിട്ടവരെ, വലത്തോട്ട് മുണ്ടുടുത്തവരെയൊക്കെ വെടിവെച്ചു കൊല്ലുകയാണ് ആ തീവ്രവാദികൾ. അങ്ങനെ അതുപോലെ 3 ദിവസം കല്യാണം കഴിഞ്ഞ് 3 ദിവസമായിട്ടുള്ള സ്ത്രീയെ വിധവയാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ നരേന്ദ്രമോദിജി പറഞ്ഞു ഈ മായ്ച്ച സിന്ദൂരത്തിന് പകരം ചോദിക്കാതെ എനിക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ നരേന്ദ്രമോദിജി നമുക്കറിയാം പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കിലോമീറ്ററുകളോളം ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആണവ ഭീഷണി ഉയർത്തിയിട്ടുള്ള ആ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിൽ നിന്നും പുറത്ത് കടക്കേണ്ട 4 റോഡുകളിലും ബോംബിട്ട് നശിപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ സൈന്യത്തെയാണ് നാം കാണുന്നത്. അങ്ങനെ സൈന്യത്തിന് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും നടത്തി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന വൻ വിജയമാക്കിയിട്ടുള്ള ഭരണാധികാരി നരേന്ദ്രമോദിജി. പക്ഷേ നമുക്ക് കേരളം അന്യമായി നിൽക്കുകയാണ്. കേരളത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെയാണ് ചടയമംഗലം. ആദ്യമായി നമുക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടായതാണ്. ആ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായ സമയത്ത് കേവല ഭൂരിപക്ഷത്തോടുകൂടി, ഗംഭീരമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി നാം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പഞ്ചായത്തായി ഈ ചടയമംഗലം മാറണം. അതിനുവേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവും. ഇവിടെ ചുമതല ഇല്ലാത്തവർ അനേകം പേരുണ്ട്. അവർക്കെല്ലാം ചുമതലകൾ ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ നമ്മളുടെ 7 അംഗ കമ്മിറ്റി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി, അതായത് വികസിത കേരള വാർഡ് തല ടീം എടുത്തിട്ടുണ്ട്. അതിലൊരു കൺവീനർ, കോ കൺവീനർ, അംഗങ്ങൾ SC വിഭാഗത്തിൽ നിന്നൊരംഗം, ഒരു വനിത, ഒരു ജനറൽ, ഇനി ഒരു യുവയും ഒരു OBC കൂടെ അംഗങ്ങളാകുമ്പോൾ 7 അംഗങ്ങൾ. അങ്ങനെ പിന്നീട് അതിനുശേഷം നാം ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി എടുക്കേണ്ടതുണ്ട്. അതിലൊന്ന് വോട്ടർ പട്ടിക ഏറ്റവും പ്രധാനമാണ്. ഈ വോട്ടർ പട്ടികയുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഏറ്റവും വലിയ ചർച്ച തൃശ്ശൂരിൽ ജയിച്ചതിനെ സംബന്ധിച്ചാണ്. ആദ്യം ഇവര് പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കത്തേയില്ല, ഒരു കാരണവശാലും BJPയുടെ അക്കൗണ്ട് തുറക്കത്തേയില്ല. തുറന്നപ്പോ ഇവര് പറഞ്ഞു സിനിമാ നടനായോണ്ട് ജയിച്ചു. 1 മാസം കഴിഞ്ഞ് പറയുകയാണ് കൊമ്പനാനയുടെ ഈ കാലിന്റെ ഇടയ്ക്ക് പൊളവനെ എങ്ങാണ്ട് കയറ്റിവിട്ട് തൃശ്ശൂർ പൂരം കലക്കിയത് കൊണ്ടാണ് BJP ജയിച്ചത്. ഇതിനുശേഷം ഇവന്മാർ ഇപ്പം കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുകയാണ്. 6 മാസം ഇലക്ഷൻ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവന്മാര് പറയുകയാണ് മലപ്പുറത്തുള്ള ഒരു തൃശ്ശൂർ വോട്ട് ചെയ്തു. എടാ, മലപ്പുറത്തുള്ള ഒരു തൃശ്ശൂർ വോട്ട് നീ ഉറങ്ങുമായിരുന്നു. മലപ്പുറത്തുള്ളവർക്ക് തൃശ്ശൂർ വോട്ട് ചെയ്യാം, തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാം. പക്ഷെ ഇലക്ഷനിൽ ഓരോ വോട്ടേ ചെയ്യാവൂ. കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യുന്ന പോലെ മഷി മായിച്ചിട്ട് വേറെ ഒരു ബൂത്തിലൂടെ പോയി വോട്ട് ചെയ്ത്, അങ്ങനെ ചെയ്താൽ കള്ളവോട്ട്. അതാണ് കള്ളവോട്ട്. നിങ്ങളുടെ വോട്ടർ പട്ടികയിലെ പേര് ഇപ്പോ ചിലപ്പോ നമ്മൾ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന കൊച്ചിന്റെ പേര് ഇപ്പോഴും ചിലപ്പോ അപ്പുറത്ത് കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ കാണും, അല്ലെങ്കിൽ കൊട്ടാരക്കരയിലെ ഒരു പഞ്ചായത്തിൽ കാണും. ഇവിടെ വരുമ്പോ അവളുടെ ഭർത്താവ് വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇവിടെ പേര് ചേർത്താൽ ഇവിടുത്തെ പട്ടികയിൽ കാണും. ചിലപ്പോൾ അവിടെ ഡിലീറ്റ് ആയി കാണത്തില്ല, അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ഡിലീറ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തു കാണത്തില്ല. അപ്പോൾ ഇവിടുത്തെ പേര് വരും. പക്ഷെ അവൾ മൈലത്തും ചടയമംഗലത്തും വോട്ട് ചെയ്താലേ അത് കള്ളയോട്ടവും. അല്ലാതെ അവക്കുള്ള പട്ടികയിൽ പേരുണ്ട എവിടെങ്കിലും ഒരു വോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം കുറ്റമല്ല. ഇപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്നു 180 കള്ളവോട്ടുകൾ നടന്നു. 75,000 വോട്ട് ഭൂരിപക്ഷത്തിന് ജയിച്ച ഉള്ള മണ്ഡലത്തിലാണ് പറയുന്നത് 180 വോട്ട് കള്ളവോട്ടുണ്ട്. നീ 180 നീ കൊണ്ട് പുഴുങ്ങി തന്നെ.
പിന്നെയും കിടക്കുക, നീ എവിടുന്ന് കവർ ചെയ്യും? ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് BLO ആയിരുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധ്യാപകന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗനവാടി ടീച്ചർമാർ. അവർക്ക് സുരേഷ് ഗോപിയോട് സ്നേഹം തോന്നിയത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. അവര് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള, കരിവന്നൂർ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പൈസകളുണ്ട്. ആ പൈസ കണ്ണനായാലും അല്ലാതെ വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർക്കീസ് ആയാലും ഓരോ നേതാക്കൾ കൊണ്ടുപോയി പുട്ടടിക്കുകയാണ്. ഓട്ടോക്കാരന്റെ രോദനം നമ്മൾ കണ്ടതാണ്. അവന്റെ ഹാർട്ടിന്റെ ഓപ്പറേഷന് അക്കൗണ്ടിൽ നിന്നും പൈസ എടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ബാങ്കിലേക്ക്, കരിവന്നൂർ ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ പറയുകയാണ് ഇത് ആവിയായി പോയി. എടാ, അവൻ ഓട്ടോ ഓടിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് രാവ് പകലാക്കി ഉണ്ടാക്കിയിട്ടുള്ള പൈസ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേലാക്കന്മാർ പറയുകയാണ് നിന്റെ പൈസ തീർന്നു പോയി. എങ്ങനെ തീർന്നു? യവൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. അതിനെതിരെ സുരേഷ് ഗോപി 18 കിലോമീറ്ററോളം നടന്നപ്പോ യവന്മാര് വാർത്ത കൊടുത്തു. ഇല്ല, മുട്ടയുടെ ചാനലുണ്ട്, റിപ്പോർട്ടർ ചാനൽ, മുട്ട കൊടുത്ത എന്താ ആയിക്കുന്നു. 65 വയസ്സുള്ള അപ്പൂപ്പനായിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി ആയിക്കുന്നു എന്നാണ് പറയുന്നത്. തളർന്നുപോയി. ആ തളർന്നുപോയതിനെല്ലാം മറുപടി നമ്മൾ ഇലക്ഷനിൽ കൂടി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും 1 സീറ്റേ ഉള്ളൂ, നമുക്കും 1 സീറ്റേ ഉള്ളൂ. 18 സീറ്റ് മറ്റുള്ള പാർട്ടികളാണ് നേടിയത്. ആ പാർട്ടിയുടെ ചരിത്രം ഇപ്പൊ നമുക്കറിയാം. കൂടെ പ്രവർത്തിക്കുന്ന പെണ്ണുങ്ങൾക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, മെസ്സേജ് അയക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് അറിഞ്ഞത് ഈ മാങ്കൂട്ടം ജ്യോതി എന്നുള്ള പേരിൽ ഒരു പേര് ഇതില് മൊബൈലിൽ ഇട്ടിരുന്നു. അത് മെസ്സേജ് അയച്ച് ചെന്ന് കയറിയത് ജ്യോതി ചാമക്കാലയ്ക്കാണ്. രാത്രി കിടന്ന് ജ്യോതി ചാമക്കാല ഉറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെസ്സേജ് ചെല്ലുക, നീ ഏത് ഡ്രസ്സാ ധരിച്ചിരിക്കുന്നേ? അപ്പോഴത്തേക്ക് ഇത് എടുത്തു നോക്കിയപ്പോൾ മാങ്കൂട്ടത്തിന്റെ നമ്പർ അയാൾ ഫീഡ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. യവൻ ജ്യോതി എന്നാണ് ഫീഡ് ചെയ്തത്, ജ്യോതി കുമാർ ചാമക്കാല എന്ന് ഫീഡ് ചെയ്തില്ല. അപ്പൊ ചാമക്കാല തിരിച്ചങ്ങോട്ട് മെസ്സേജ് ഇടേ, നിനക്ക് ഇതോടെ തലയ്ക്ക് ഓളം വന്നു, ഞാനാടാ ഇത് പത്തനാപുരത്ത് മത്സരിച്ച ജ്യോതികുമാർ ചാമക്കാലയാണ്. അപ്പൊ യവൻ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പേര് കണ്ടു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റയിലായാലും, ഇൻസ്റ്റയിൽ ഇനി ബ്ലോക്ക് വല്ലതും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഗൂഗിൾ പേയിൽ ചെല്ലുമ്പോൾ പൈസ എങ്ങാനും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ എടുത്തു നോക്കുമ്പോൾ ശ്രീലങ്കയുടെ ചിഹ്നവും 4 ലവ് ചിഹ്നവും, അങ്ങനെയൊക്കെയാണ് ചെന്നിരിക്കുന്നത്. ഇപ്പോ ട്രാൻസ്ജെൻഡറിന് പോലും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. ആണും പെണ്ണും അതായത് ഈ ആണും പെണ്ണുമല്ലാത്തവരെ വിഭാഗത്തിൽപ്പെടുന്ന 3ാം ലിംഗക്കാരായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആൾക്കാരാണ് പറയുന്നത് ഞങ്ങളുടെ ഭയങ്കരമായ ശല്യമാണ് ഈ മാങ്കൂട്ടം കാണിച്ചിരിക്കുന്നത്. ആ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ. ഇന്ന് ഭയങ്കര പത്രസമ്മേളനം നടത്തി എന്തോ ബോംബിറക്കുമെന്നാ പറഞ്ഞു. വെറുതെ വിട്ട കേസില് പ്രതിയായിരുന്നു എന്നാണ് കിഷോകുമാർജി ആ ഓർഡർ എടുത്ത് കാണിച്ചു. അപ്പോ എങ്ങനെ അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും വൾഗറായിട്ട് അതിന്റെ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ വാർഡുകളിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിജയം ഉണ്ടാക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തനം ഈ ഗ്രാമാന്തരങ്ങളിൽ നടത്താൻ പറ്റും. 50 വോട്ടിന് നമ്മൾ വെട്ടുവഴി തോറ്റിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ 2ാം സ്ഥാനമാണ് നമുക്കിവിടെ. ഈ 2ാം സ്ഥാനത്ത് നിന്ന് നമുക്ക് 1ാം സ്ഥാനത്ത് വരാൻ കഴിയും. നമുക്ക് 1% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരനെ മലർത്തി അടിച്ചുകൊണ്ടാണ് നമ്മൾ ത്രിപുരയിൽ ഭരണത്തിൽ. ഇതൊക്കെ നമുക്ക് ആവേശമാണ്. നമ്മുടെ എത്രയോ പ്രചാരകന്മാർ ത്രിപുരയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എത്രയോ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? RSSന്റെ പ്രവർത്തനത്തിന് വേണ്ടി നോർത്ത് ഈസ്റ്റിൽ സപ്തസുന്ദരികൾ എന്നറിയപ്പെടുന്ന ആസാം, നാഗാലാൻഡ്, മേഘാലയ, മണിപ്പൂർ, സിക്കിം ഈ സംസ്ഥാനങ്ങളിലൊക്കെ പോയി എത്രയോ പ്രചാരകന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ്. നോർത്ത് ഈസ്റ്റിന് മാറാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് മാറിക്കൂടാ? കേരളം മാറും. ഇവര് പൊന്നാപുരം കോട്ട പോലെ കാത്തു സൂക്ഷിച്ച നിയമസഭയിലേക്ക് ഈ പറയുന്ന ശിവൻകുട്ടിയുടെ ആ നിയമമണ്ഡലത്തിൽ നിന്നും നമ്മൾ MLA അയച്ചിട്ടുണ്ട്. അങ്ങനെ MLA അയച്ചിടത്ത് ഇവർ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് MLA ഇല്ലാതെ പോയത്. ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 11ഓളം മണ്ഡലങ്ങളിൽ നമ്മൾ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത്. ചാത്തന്നൂർ ഉൾപ്പെടെ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോ കേരളത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അടുത്ത നിയമസഭയ്ക്ക് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അവിടെയാണ് നമ്മളുടെ വോട്ടർ പട്ടിക പഠനത്തിനൊരു ഇൻചാർജർ ഉണ്ടാവണം, സമ്പർക്കത്തിനൊരു ഇൻചാർജർ ഉണ്ടാവണം. കീ വോട്ടർ സമ്പർക്കം നിങ്ങൾക്കറിയാം, വീടുകൾ കോണ്ടാക്ട് ചെയ്യുന്നതിന്. കീ വോട്ടർമാർ, ഒരു കുടുംബത്തിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 വോട്ട് വീഴും. അങ്ങനെയുള്ള കുടുംബനാഥന്മാരെ നമ്മൾ കാണണം. കോളനികളിൽ ഇന്ന ആള് പറഞ്ഞാൽ, സദാനന്ദൻ ചേട്ടൻ പറഞ്ഞാൽ വോട്ടുകൾ നമുക്ക് വന്നു ചേരും. അങ്ങനെയുള്ള അവരെ കണ്ട് കീ വോട്ടർക്ക് ഒരു ഇൻചാർജർ വേണം. കേന്ദ്ര പദ്ധതികൾ, എത്ര പദ്ധതികളാണ്. ഞാൻ നേരത്തെ ചെറിയ ചെറിയ പദ്ധതികളാണ് പറഞ്ഞത്. അപ്പോ അനേകം കേന്ദ്ര പദ്ധതികൾ അവരുടെ ഗുണഭോക്താക്കളെ സമ്പർക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ, കർഷക സമ്മാൻ നിധി നേടിയിട്ടുള്ളവരെ,
പ്രധാനമന്ത്രിയുടെ ചികിത്സാ നിധിയിൽ നിന്നും സഹായം ലഭിച്ചിട്ടുള്ളവരെ, അങ്ങനെയുള്ളവരെ എല്ലാം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻചാർജ്, മഹിളകൾക്കൊരു ഇൻചാർജ്, 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന വോട്ടർമാർക്കൊരു ഇൻചാർജ്, യുവാക്കൾക്കൊരു ഇൻചാർജ്, കന്നി വോട്ടർമാർക്ക് നിഷ്പക്ഷ വോട്ടർമാർ. ചിലപ്പോ ഇവിടുത്തെ വെട്ടുവഴിയിലെ പ്രവർത്തകരെ ജയൻ ചേട്ടനെ ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ അവർക്ക് നരേന്ദ്രമോദി ഇഷ്ടമാണ്. അങ്ങനെ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരെ നാം കണ്ടെത്തണം. അതിനൊരു ഇൻചാർജർ, SC/ST കോളനി സമ്പർക്കത്തിനൊരു ഇൻചാർജർ, സ്ഥലത്തില്ലാത്ത വോട്ടർമാരെ വണ്ടി വിളിച്ച് നമ്മൾ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കണം, അതിനൊരു ഇൻചാർജർ, പാർട്ടിയിലേക്ക് പുതിയ ആളിനെ കൊണ്ടുവരുന്ന ഒരു ഇൻചാർജർ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ വാർഡിൽ ഭരിക്കുന്നതെങ്കിൽ അവർക്കെതിരെയുള്ള കുറ്റപത്രം തയ്യാറാക്കുന്ന ഒരു ഇൻചാർജർ. അതായത് ആ കുളം വൃത്തിയാക്കിയില്ല, ഇന്നിടത്തെ ലൈറ്റ് കത്തുന്നില്ല, ഇന്ന റോഡ് മോശമായി കിടക്കുന്നു, ഇങ്ങനെ അവർക്കെതിരെയുള്ള കുറ്റപത്രം തയ്യാറാക്കുന്ന ഒരു ഇൻചാർജർ. അങ്ങനെ കുറ്റപത്രം മാത്രം പോരാ, കുറ്റം പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ എന്ത് മുന്നോട്ട് വെക്കുന്നു. അടുത്ത തവണ BJP ജയിച്ചാൽ വികസന രേഖ മുന്നോട്ട് വെക്കാം. മീഡിയ, സോഷ്യൽ മീഡിയ, പ്രചരണം, സാമ്പത്തികം, കുടുംബയോഗം, ഓഫീസ്, ബൂത്ത് ലെവൽ ഏജന്റുമാർ, കന്നി വോട്ടർമാർ, ഇങ്ങനെ ഉള്ള 20 ഡിപ്പാർട്ട്മെന്റുകളിൽ ഉള്ള ആൾക്കാരെ ഫില്ല് ചെയ്യാനുള്ള ആൾ ഇവിടെ ഉണ്ട്. പഴയകാല സംഘപ്രവർത്തകരാണ് മൊത്തവും ചുമതലയില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ അവരെ എല്ലാം കൂടെ ഉള്ള ഒരു ലിസ്റ്റ് ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ടാവും. ഇവിടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ, അതായത് ഈ വരുന്ന ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിശ്ചയമായും വിജയാഹ്ലാദ പ്രകടനത്തിന് കൃത്യമായി എവിടുന്നായാലും വണ്ടി വിളിച്ചായാലും ഞാൻ ഇവിടെ എത്തി, ഇവിടെ താമരയെ വിജയിക്കൂ എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. കാരണം നമ്മൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളെല്ലാം ഭാരതത്തിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭവനിൽ RSന്റെ ശാഖ എടുക്കണോ, നമ്മൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. ഉപരാഷ്ട്രപതിയുടെ വീട്ടിൽ ശാഖ എടുക്കണോ, അത് നമ്മള് ഇന്ന് ഏറ്റവും കൂടുതൽ MP-മാർ, MLA-മാർ, RSSന്റെ സ്വയം സേവകരായിട്ടുള്ളവർ ഗവർണർമാർ, RSSന്റെ പ്രചാരകന്മാരായിട്ടുള്ളവർ മുഖ്യമന്ത്രിമാർ, നാം കണ്ട സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിയ ഈ ഭൂമിയിൽ, ഈ ഭാർഗവ ക്ഷേത്രത്തിൽ, ഈ ജടായുവിന്റെ നാട്ടിൽ ചടയമംഗലം നമ്മൾ തന്നെ ഭരിക്കും. അതിന് വെട്ടുവഴിയുടെ സംഭാവന നമ്മൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഞാൻ ഒരു കല്യാണത്തിന് പോകണം. ശരി, പോട്ടെ. ശരി, നമസ്കാരം. ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ, ബാക്കി ഇവിടെ പ്രഖ്യാപിക്കും, ആരും പോകരുത്. ശരി, ശരിയാണ്. മൈക്കാൻ കൊണ്ടുവരുന്നു. ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീ വിജയമോഹൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ വാർഡ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ ജയകുമാർ, ഇവിടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആദരണീയനായ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് വൈക്കൽ സോമൻജി, ഈ വേദിയിൽ സമ്പുഷ്ടരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷൻ ശ്രീ ജയകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ജേഷ്, മണ്ഡലത്തിൻ്റെ ട്രഷറർ ശ്രീ ഹരി, ചടയമംഗലം പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ മനോജ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റി അംഗമായ ശ്രീമതി സന്ധ്യ, ഈ വാർഡ് കമ്മിറ്റിയുടെ, ഈ ബൂത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ളവരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഈ വാർഡ് സമ്മേളനത്തിന്റെ ഉദ്ദേശങ്ങളും ഇതിന്റെ ലക്ഷ്യങ്ങളും എന്താണെന്ന് നമ്മുടെ സോമൻജി ഇവിടെ സവിസ്തരം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ വാർഡ് ജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ വാർഡ് സമ്മേളനങ്ങളിൽ കേരളത്തിലുള്ള എല്ലാ വാർഡ് സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെയും വാർഡ് സമ്മേളനങ്ങൾ വളരെ ഗംഭീരമായി നടക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ചടയമംഗലം മണ്ഡലത്തിലെ 4ാമത്തെ വാർഡ് സമ്മേളനമാണ് ഈ വെട്ടുവഴി വാർഡ് സമ്മേളനം നമുക്ക് നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പണ്ട് വയലാർ പാടിയിട്ടുണ്ട്. നമ്മൾ കൊയ്യും, അതല്ല, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടി ഇവിടുത്തെ തൊഴിലാളികളോടും ഇവിടുത്തെ സാധാരണക്കാരോടും ഇവിടുത്തെ താഴെത്തട്ടിലുള്ള ആളുകളോടും
വയലാറും അതുപോലെ തന്നെ KPSC ഒക്കെ പറഞ്ഞ വീടുകളാണ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെന്ന്. അന്ന് അവരുടെ അധീനതയിൽ വന്നു. ഈ കേരളത്തിലുള്ള ഭരണവും ഭരണ സംവിധാനങ്ങളും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധീനതയിൽ വന്നപ്പോൾ ഇന്ന് ആ പാർട്ടി ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പാടാൻ കഴിയുന്നതാണ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെന്ന്. നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ശ്രമിച്ചാൽ ഈ ചടയമംഗലം മണ്ഡലത്തിലെ അടുത്ത പ്രാവശ്യത്തെ ഭരണസാരഥ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് യാതൊരു സന്ദേഹവുമില്ലാതെ പറയാൻ കഴിയും. ഇപ്പൊ തന്നെ നമ്മൾ ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം എല്ലാം ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് മുഴുവൻ. ഇവിടെ ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്നും ഈ ചടയമംഗലം പഞ്ചായത്തിലെ 16 വാർഡുകളിൽ 10 വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്നും വിജയക്കൊടി പാർമെന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചടയമംഗലത്ത് ഭരിക്കുമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് വരെ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഉറങ്ങാനുള്ള സമയമല്ല. നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് 10 വാർഡിൽ ഈ ചടയമംഗലത്ത് ജയിക്കാൻ കഴിയും. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ 3 വാർഡുകളിൽ ജയിക്കുകയും 6 വാർഡുകളിൽ നമ്മൾ 2ാം സ്ഥാനത്ത് വരികയും ചെയ്തോണം. അപ്പൊ 9 വാർഡ് നമുക്ക് യഥാർത്ഥത്തിൽ ജയിച്ചതിന് തുല്യമാണ്. ഈ ഹരി തന്നെ വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് തോറ്റത്. നമ്മൾ വളരെ ഇവിടെ തന്നെ നമ്മൾ 298 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതാണ്. 350 വോട്ടിനാണ് ജയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തുച്ഛമായ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട ഈ വെട്ടുവഴി വാർഡ് അടക്കമുള്ള ഈ വാർഡുകളിൽ നമുക്ക് ആത്മാർത്ഥമായി കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് മെമ്പർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി CPM പുതിയ തന്ത്രങ്ങളുമായി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ചടയമംഗലത്ത് ഈ തൊഴിലുറപ്പ് സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സംഗമം നടത്തി. എവിടെയാണ്? ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിനെതിരായിട്ടും. എന്താണ് ഇവിടുത്തെ നരേന്ദ്രമോദി ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ വഞ്ചിക്കുന്നുവെന്നും അവരുടെ വേതനം തടഞ്ഞു വെക്കുന്നതടക്കമുള്ള വളരെ കുതന്ത്രപരമായ തട്ടിപ്പ് കാര്യങ്ങൾ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രചരിപ്പിച്ചുകൊണ്ട് വളരെ മോശമായ തരത്തിൽ അവരെന്നും ചടയമംഗലം മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ഈ തൊഴിലുറപ്പുകാരെയും അതുപോലെ കുടുംബശ്രീക്കാരെയും താഴെത്തട്ടിലുള്ള ആളുകളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കിംവദന്തികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി സമാർജിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയണം. നമുക്കറിയാം, ഈ 160 രൂപയാണ് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന കൂലി. അത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള 12 രൂപ മേടിച്ചുള്ള 160 രൂപ കൊടുത്തുകൊണ്ടിരുന്ന കൂലി ഇപ്പൊ 360ഉം 62ഉം രൂപയാക്കി വർദ്ധിപ്പിച്ചത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. അത് നമുക്ക് പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണം. നരേന്ദ്രമോദിയാണ് ഇവർക്ക് ESI ആനുകൂല്യം കൊടുക്കാൻ പോകുന്നത്. നരേന്ദ്രമോദിയാണ് ഇവരുടെ വേതനം 500 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദിയാണ് അവർക്ക് പെൻഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഈ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതിനുള്ള ഈ പ്രവർത്തനങ്ങൾ കാക്കക്കൂട്ടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ഈ നരേന്ദ്രമോദിയുമാണെന്നുള്ള ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരോട് കാര്യങ്ങൾ വസ്തുതാപരമായി പറയുകയും അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം ഈ CPM-ന്റെ നേതാക്കന്മാർ നടത്തുന്ന ഈ കള്ളപ്രചരണങ്ങൾക്കെതിരായി, ഈ കള്ളത്തരങ്ങൾക്കും കൊള്ളത്തരങ്ങൾക്കുമെതിരായി നല്ല തടകുടം എഴുന്നേറ്റുകൊണ്ട് ജാഗരൂകരായി നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ ചടയമംഗലം മണ്ഡലത്തിൽ അവർ പരിശ്രമിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, ചടയമംഗലത്ത് നിന്ന് സ്റ്റേഡിയത്തിൽ കൊണ്ടിട്ട ലോഡ് കണക്കിന് മണ്ണുകൾ അവിടെ നിന്ന് ആരോരും അറിയാതെ നീക്കം ചെയ്യുവാൻ ഇവിടെ ഭരണസമിതിയിലെ ഉന്നതരായ ആളുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ ആളുകൾക്ക് കഴിഞ്ഞുവെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനും ആ കാര്യം പുറത്തു കൊണ്ടുവരുവാനും ആദ്യമായി പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം അറിയാം. നമ്മളെപ്പോഴും നമ്മുടെ സത്യത്തിന്റെ ഭാഗത്താണ്, നീതിയുടെ ഭാഗത്താണ്, നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കണമെങ്കിൽ നമുക്ക് കുറെ ദൗത്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് 20 കമ്മിറ്റി രൂപീകരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വാർഡുകളിലും നമുക്ക് ഒരു കുറ്റപത്രം നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. വിജയിച്ച വാർഡുകളിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഇത് തയ്യാറാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കണം. ഈ വരുന്ന 26-ാം തീയതി ആയിരുന്നു അത് കൊടുക്കേണ്ടത്. നമുക്ക് 30-ാം തീയതിയെങ്കിലും ഈ സമാന്തര വോട്ടർ പട്ടിക നമുക്ക് നിർമ്മിച്ച് കൊടുത്തേ മതിയാവുള്ളൂ. ഈ സമാന്തര വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പല യോഗങ്ങളിലും മീറ്റിങ്ങുകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, വളരെ മുമ്പേ തന്നെ നമ്മൾ തിരിച്ചതാണ്. നമ്മൾ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നത് അതാത് സംസ്ഥാനങ്ങളിൽ നമ്മൾ സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇരുന്ന് പഠനം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ പല സംസ്ഥാനങ്ങളിലും നമുക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്.
അതുകൊണ്ട് എല്ലാ വാർഡുകളിലും, ഇവിടെ മാത്രമല്ല കേരളത്തിലുള്ള മുഴുവൻ വാർഡുകളിലും സമാന്തര വോട്ടർ പട്ടിക നിർമ്മിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമാന്തര വോട്ടർ പട്ടികയിൽ നമ്മൾ വരേണ്ടത് ആദ്യം നമ്മുടെ ഉറച്ച വോട്ടുകൾ. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏത് സാഹചര്യത്തിലും ഏത് കാലാവസ്ഥയിലും ഏത് പരിസ്ഥിതിയിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരായ ആളുകളുടെ ഒരു ലിസ്റ്റ്. അപ്പൊ ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പർ, ഇതിനകത്ത് സീരിയൽ നമ്പർ നമ്മൾ എഴുതണം. അവരുടെ പേര് വേണം, അവരുടെ അഡ്രസ്സ് വേണം, കഴിയുന്നിടത്തോളം അവരുടെ ഫോൺ നമ്പറുകൾ വേണം, അവരുടെ എല്ലാ വിവരങ്ങളും വേണം. അങ്ങനെയാണ് ഒന്നാമത്തെ ലിസ്റ്റ്. അപ്പൊ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉറപ്പായും വോട്ട് ചെയ്യുന്നവരുടെ ഒരു ലിസ്റ്റ്. 2, നമ്മുടെ അനുഭാവി വോട്ടുകൾ. നമുക്കറിയാം, ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിലെത്തുന്നത് അവരുടെ പാർട്ടി വോട്ട് കൊണ്ടല്ല, നിഷ്പക്ഷരായ വോട്ടുകൾ, അനുഭാവി വോട്ടുകൾ കൊണ്ടാണ്. ഇത് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വോട്ടുകളാണ് ഈ അനുഭാവി വോട്ടുകൾ. അപ്പൊ ഈ അനുഭാവി വോട്ടുകൾ നമ്മുടെ ഇവിടെ പാർട്ടി മെമ്പർമാരെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ ചിലപ്പോൾ ഇവിടെ നമ്മൾ 150 200 അംഗങ്ങളെ ആയിരിക്കും പാർട്ടി മെമ്പറായി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ അനുഭാവികളായിട്ടുള്ളവർ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ഈ വാർഡിൽ അനുഭാവികളായിട്ടുണ്ടാവും. 298 വോട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വാങ്ങിച്ച ഇവിടുത്തെ പാർട്ടി മെമ്പർമാരുടെ മാത്രം വോട്ട് കൊണ്ടല്ല, നമ്മുടെ അനുഭാവി വോട്ടുകൾ കൂടി കൊണ്ടാണ്. അപ്പൊ ഈ അനുഭാവി വോട്ടുകളുടെ ഒരു ലിസ്റ്റ് പ്രത്യേകം ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ പാർട്ടിക്ക് ഉറച്ച വോട്ടുകൾ, 2 നമ്മുടെ നമ്മുടെ അനുഭാവ വോട്ടുകൾ, 3ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നിഷ്പക്ഷ വോട്ടുകളാണ്. നിഷ്പക്ഷ വോട്ടുകൾ ധാരാളമായുണ്ട്. നമുക്ക് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നറിയാതെ അവർ തീരുമാനമെടുക്കാതെ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതാണ് നിഷ്പക്ഷ വോട്ടർമാർ. അപ്പൊ നമ്മൾ 3ാമതായി തയ്യാറാക്കേണ്ടത് ഈ നിഷ്പക്ഷ വോട്ടർമാരുടെ ഒരു ലിസ്റ്റാണ്. 4ാമതായി സ്ട്രാറ്റജി കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭാഗത്തേക്ക് വരാവുന്നതും നമുക്കൊരു പക്ഷേ കിട്ടാൻ കഴിയാതെ പോകുന്നതുമായ വോട്ടുകളാണ്. അങ്ങനെ 4 തരത്തിലുള്ള ഒരു വോട്ടർമാരുടെ ലിസ്റ്റ് ആവുമ്പോഴാണ് നമ്മുടെ സമാന്തര വോട്ടർ പട്ടികയാവുന്നത്. അപ്പോൾ വോട്ടർ പട്ടികയിൽ ഇവിടുത്തെ നമ്മുടെ വെട്ടുവഴി വോട്ടർ പട്ടികയിൽ 1320 വോട്ടർമാരുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന സമാന്തര വോട്ടർ പട്ടികയിലും 1320 വോട്ടർമാർ തന്നെ ഉണ്ടാവും. അതിനകത്ത് ഒന്ന് നമ്മുടെ ഉറച്ച വോട്ടുകൾ, അത് കഴിഞ്ഞ് നമ്മുടെ അനുഭാവ വോട്ടുകൾ, അത് കഴിഞ്ഞ് നിഷ്പക്ഷ വോട്ടുകൾ, അത് കഴിഞ്ഞ് 4ാമത്തെ കാറ്റഗറിയിലുള്ള വോട്ടുകൾ. ഒരുപക്ഷെ ആ 4ാമത്തെ കാറ്റഗറിയിലെ വോട്ടുകൾ നമുക്ക് ലഭിച്ചില്ലായിരിക്കും. പക്ഷെ അവർ പ്രത്യേക ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ട് ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകം കമ്മിറ്റികൾ ഉണ്ടാവും, പ്രത്യേകം ആളുകളുണ്ടാവും, ചുമതലക്കാരുണ്ടാവും. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. മഞ്ചേശ്വരന്റെ ഇതുകൊണ്ടെന്ന് എനിക്കറിയാം. സമയോട് പോയി നമ്മൾ തുടങ്ങാനും താമസിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. ഞാൻ നിർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമാന്തര വോട്ടർ പട്ടിക നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ ഈ വാർഡിന്റെ സഹപ്രവർത്തകരായിട്ടുള്ളവർ വളരെ താല്പര്യപൂർവ്വം എടുത്ത് ഒരു ലിസ്റ്റ് നമുക്ക് 30-ാം തീയതി സ്റ്റേറ്റിൽ കൊടുക്കേണ്ടതാണ്. സ്റ്റേറ്റിൽ കൊടുത്താൽ ഇത് വാങ്ങിക്കാൻ വേണ്ടി അമിത്ഷാ വരുന്നുണ്ട്. അമിത്ഷാ നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ സമാന്തര വോട്ടർ പട്ടികകളും ശേഖരിച്ചുകൊണ്ട് ഇത് പഠനം നടത്താൻ വേണ്ടി പ്രത്യേക ഒരു ഏജൻസി വയ്ക്കുന്നുണ്ട്. അവർ നടത്തും. അത് കഴിഞ്ഞിട്ട് അവർ ചടയമംഗലത്ത് വരും, നമ്മുടെ വെട്ടുവഴി വാർഡ് ഉൾപ്പെടെയുള്ള വാർഡുകൾ വരും. നമ്മുടെ പഞ്ചായത്തിനെ പറ്റി ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തെ ലിസ്റ്റിൽ കൊണ്ട ഒരു പഞ്ചായത്താണ് നമ്മുടെ ഈ ചടയമംഗലം പഞ്ചായത്ത്. ആ അഭിമാനം നമുക്ക് പാലിക്കപ്പെടാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും നിതാന്ത ജാഗ്രതയോട് ഇടപെടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുത്തിട്ട് 10 ദിവസമായി. അഭിപ്രായം പറയുന്നത് കേട്ടോളൂ. അല്ല പറയട്ടെ, എത്ര ദിവസമായി പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതിന് ശേഷം വെട്ടുവഴി എന്നൊരു വാർഡില് മൂത്തുണ്ടോ ഇല്ലയോ ഒന്ന്, അല്ലെങ്കിൽ ഒന്ന് വന്ന് ജസ്റ്റ് ഇന്ന് എന്താ പരിപാടിക്കില്ലല്ലോ, ഉണ്ടോ? അഭിപ്രായം നോക്കാം. അടുത്ത നമ്മുടെ സാറ് നേരത്തെ സൂചിപ്പിച്ചതല്ല, നമ്മുടെ വാർഡ് മാനേജ്മെന്റ് കമ്മിറ്റി 20 അംഗ മാനേജ്മെന്റ് കമ്മിറ്റി നമ്മളിവിടെ വെട്ടുവഴി വാർഡിന്റെ ഇന്ന് എടുത്തിട്ടുണ്ട്. അതിന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ചേഷിനെ നമ്മൾ ഒരുപാട് സമയം താമസിച്ചതുകൊണ്ട് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ വാർഡ് നേരത്തെ ഇവിടെ സോമചേട്ടൻ സൂചിപ്പിച്ചതുപോലെ കൺവീനർ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റി നിലവിലുണ്ട്. ആ കമ്മിറ്റിയോടൊപ്പം ആ കമ്മിറ്റിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഓരോന്നിന്റെയും പിന്നെ ചുമതലകൾ വോട്ടർ പട്ടിയുടെ ആയാലും ശരി, സമ്പർക്കത്തിന്റെ എല്ലാം ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ അതിനെക്കൊണ്ട് അതിലോട്ടൊന്നും ഇനി കടക്കുന്നില്ല. അപ്പോൾ ഈ വോട്ടർ പട്ടിക പേര് ചേർക്കുന്ന മറ്റു ചുമതലകൾ മേൽനോട്ടം വഹിക്കുവാനായിട്ട് സോമൻ സി ആണ്. അതുപോലെ സമ്പർക്കം പ്രഭാരൻ ചേട്ടനെയാണ്
കീ വോട്ടർമാർ മോഹനേണ്ണനാണ്. കേന്ദ്ര പദ്ധതികൾ ഷാജി ബേക്കർഷായി. മഹിളകൾ ജീന, മഹിളകളുടെ ചുമതല ജീനയ്ക്കാണ്. മുതിർന്ന വോട്ടർമാരുടെ ചുമതല ജയകുമാർ തന്നെയാണ്. യുവാക്കളുടെ ചുമതല സുനിൽകുമാറിന് BMSന്റെ. കന്നി വോട്ടർമാർ സുജിത്തിനാണ്. നിഷ്പക്ഷ വോട്ടർമാർ തുളസീധരൻ പിള്ളയ്ക്കാണ് ചുമതല. അതുപോലെ SC/ST കോളനികളുടെ സമ്പർക്കവും മറ്റു കാര്യങ്ങൾക്കായിട്ട് വിജയനാണ് ചുമതലപ്പെടുത്തിയത്. സ്ഥലത്തില്ലാത്ത വോട്ടർമാരെ അവരെ കൊണ്ട് സ്ഥലത്തില്ലാത്ത വോട്ടർമാരാരെന്ന് കണ്ടുപിടിച്ച് വോട്ടിംഗ് ഡേറ്റിന് സമയത്ത് അവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കാനായിട്ട് വോട്ട് ഇടാനായിട്ട് അവരെ ചുമതല തുളസീധരൻ പിള്ളയ്ക്കാണ്. പാർട്ടിയിലേക്ക് പുതിയ ആളുകളെ ചേർക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഇപ്പൊ നടന്ന ഈ പൊതുസമ്മേളനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് പുതിയ ആൾക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സംവിധാനം ചില വാർഡ് സമ്മേളനങ്ങളിൽ നടക്കുന്നുണ്ട്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മേഖലാ സമ്മേളനം നടക്കുമ്പോൾ ഈ അതാത് സ്ഥലത്ത് ഒരു മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ 5 പേരെങ്കിലും പാർട്ടിയിലേക്ക് പുതുതായിട്ട് ചേരുന്ന ആൾക്കാരെ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ചേരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിസ്റ്റ് തന്നാൽ നമുക്ക് ആ മേഖലാ സമ്മേളനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്വീകരിക്കുന്ന തരത്തിലേക്കുള്ള പരിപാടിയിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും. കുറ്റപത്രം വികസന രേഖ, പഞ്ചായത്തിനെതിരെയുള്ളതും വാർഡ് ഭരണത്തിനെതിരെയുള്ള കുറ്റപത്രങ്ങൾ, അവരെന്ത് ചെയ്യുന്നില്ല, എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വികസന രേഖ. മീഡിയ, സോഷ്യൽ മീഡിയ, അതായത് ഫേസ്ബുക്ക്, വാട്സാപ്പ് പോലുള്ള ഈ വാർഡിന് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം, ഇൻസ്റ്റാ പോലുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ കുറ്റപത്രം വികസന ബിജു ആണ്. പാർട്ടിയിലേക്ക് പുതിയ ആൾക്കാരെ ചേർക്കുന്നത് ബൈജു ആണ്. മീഡിയ, സോഷ്യൽ മീഡിയ രാധാകൃഷ്ണ പിള്ളയാണ്. പ്രചാരണം അനിൽകുമാർ S ആണ്. പോസ്റ്റർ അതുപോലുള്ള മറ്റു പ്രചാരണങ്ങൾ. സാമ്പത്തികം, ഈ ഇലക്ഷൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ചുമതല അനിൽകുമാറിനാണ്. മാത്രം ഈ ഒരാളല്ല ഇത് ചുമതല, കൂട്ടായിട്ടാണ്, എന്നാലും പ്രധാനമായിട്ട് ഒരാളെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ കുടുംബയോഗം ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് കുടുംബയോഗം. അതായത് കുടുംബയോഗങ്ങളെ പോലുള്ള ചെറിയ ചെറിയ യോഗങ്ങൾ സംഘടിപ്പിച്ച് മാക്സിമം സ്ത്രീകളെയും കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുക. അതിന്റെ ചുമതല സുമൻ പിള്ള അല്ലേ? സജീവൻ പിള്ളയ്ക്കാണ് അതിന്റെ ചുമതല. അതുപോലെ ഓഫീസിന്റെ ചുമതല പ്രകാശനാണ്. ബൂത്ത് ഏജന്റ് BLAയുടെ ചുമതല ഹരികുമാറിനാണ്. കന്നി വോട്ടർമാരുടെ, അതായത് ആദ്യമായിട്ട് വോട്ട് ചേർക്കാനുള്ളവരും ചേർക്കേണ്ടതും അവരെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കാനുള്ള ചുമതല തുളസിക്കാണ്. ഇത്രയും പേരാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയും നമ്മുടെ കൺവീനർ കമ്മിറ്റിയും ചേർന്നായിരിക്കണം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ടതും. ഈ വാർഡ് നമ്മൾ എല്ലാ പ്രാവശ്യവും കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നമ്മുടെ വിജയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർഡാണ്. 10-50 വോട്ടിന് മാത്രമാണ് നമ്മൾ കുറെ പ്രാവശ്യങ്ങൾ കൊണ്ട് വിജയം നേടാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടു. പക്ഷെ ഈ പ്രാവശ്യം വിജയം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വിജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഈ കമ്മിറ്റിക്ക് സാധിക്കട്ടെ. അതിന് ഈ വാർഡ് കൺവെൻഷൻ, ഈ വാർഡ് കമ്മിറ്റി അതിന് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ. ഹലോ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉണ്ട്. എഴുതിയിട്ടുണ്ട് മോനുണ്ട്. ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജയകുമാർ സാർ. പ്രിയ സഹപ്രവർത്തകരെ, പൂർണ്ണ ചുമതലക്കാരെ, ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകില്ല. നമ്മുടെ വാർഡ് സമ്മേളനം, വെട്ടുവഴി വാർഡിൻ്റെ വികസിത വാർഡ്, ഈ വാർഡ് പിടിച്ചെടുക്കുക എന്നുള്ള ഇതിൽ വാർഡ് സമ്മേളനം ആണ് ഇന്നിവിടെ നടത്തിയത്. അത് നമ്മുടെ പൂർണ്ണ പ്രവർത്തനമായിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി, നമ്മുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി സോമൻ ചേട്ടനാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ സംസ്ഥാന കൗൺസിൽ അംഗം വിജയൻ സാർ, യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ബൂത്തിൻ്റെ കൺവീനർ ജയകുമാർ ഏട്ടൻ, മണ്ഡലം ട്രഷറർ ഹരികുമാർ ഏട്ടൻ, ജനറൽ സെക്രട്ടറി മഞ്ചേഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മനോജ്, എന്നുള്ള ബാക്കി മറ്റുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ
പ്രധാനപ്പെട്ട ഈ വാർഡ് കൺവെൻഷൻ കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ചടയമംഗലം പഞ്ചായത്ത് ഇപ്രാവശ്യം BJP ഭരിക്കണം. ആ ഒരു ഒറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഒരു 3 മാസത്തോളമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിന്റെ ആദ്യപടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളതായിരുന്നു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വെട്ടുവഴി വാർഡിൽ ഉൾപ്പെടെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു 55-60ഓളം വോട്ട് ഈ വെട്ടുവഴി വാർഡിൽ തന്നെ നമ്മൾ പുതിയ വോട്ടർമാരെ ചേർത്ത് കഴിഞ്ഞു. ഇനിയും അടുത്ത ലിസ്റ്റ് വരുമ്പോൾ തൊട്ടടുത്ത വാർഡിൽ ലിസ്റ്റ് വരുമ്പോൾ സമയത്ത് ഇനി വിട്ടുപോയിട്ടുള്ള ആൾക്കാരെ വീണ്ടും ചേർക്കാൻ ഒരു അവസരം കൂടെ കിട്ടും. ആ അവസരത്തിൽ നമ്മുടെ ബാക്കിയുള്ള വിട്ടുപോയ ഒരുപാട് പേരുണ്ട്. അവരെ എല്ലാം ഈ വോട്ടർ പട്ടിക പേര് ചേർത്തുകൊണ്ട് നമ്മുടെ വെട്ടുവഴിയിൽ പൂർണ്ണമായിട്ട് നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ വിജയിപ്പിക്കുക. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ 48-50 വോട്ടിന്റെ ഇതിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടത്. പ്രാവശ്യം നമ്മൾ കൃത്യമായിട്ട് ഈ പഞ്ചായത്ത് പിടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ആദ്യപടി എന്നുള്ള രീതിയിൽ ഈ വെട്ടുവഴി വാർഡ് നമുക്ക് ഈസിയായിട്ട് ജയിക്കാൻ കഴിയണം എന്നുള്ള ഒരൊറ്റ പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനം എല്ലാവരും ചേർന്ന് നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് എല്ലാ ആശംസയും പറഞ്ഞ് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വെട്ടുവഴി ബൂത്ത് ജനറൽ സെക്രട്ടറി ശ്രീ മോഹൻ പിള്ളയ്ക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പാർട്ടിയുടെ നേതാക്കൾക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകർക്കും യോഗ നടപടികൾ അവസാനിച്ചു. യോഗ നടപടികൾ അവസാനിച്ചതായി നമുക്ക് ശ്രീ വിഷൻ പ്രേക്ഷകർക്കെല്ലാവർക്കും പ്രണാമം. ലൈക്ക് ബട്ടൺ അമർത്താനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഏറ്റവും പ്രധാനമായി ശ്രീ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ പുതിയ വാർത്താ അപ്ഡേറ്റുകളും പ്രത്യേക റിപ്പോർട്ടുകളും ലഭ്യമാകും.